السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمصنفين المفسرين والمحدثين والفقهاء والأئمة كلهم أجمعين. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير واختم بالسعادة. آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം റബ്ബ്, പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൻ്റെയും നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നോമ്പിൻ്റെയും മഹത്വം കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ പാപങ്ങളും ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, അവരുടെയും പാപങ്ങളെല്ലാം അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവർക്കും നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളും ശിഫയാക്കി പൂർണ്ണ ആഫിയത്തും സിഹത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ താഴത്തിലായി അവൻ്റെ പൊരുത്തത്തിനായി ആഫിയത്തോടെ ദീർഘായുസ് നമുക്കും അവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഭാര്യ മക്കളിലും നമ്മുടെ തൊഴിലിലും നമ്മുടെ ധനത്തിലും നമുക്ക് അല്ലാഹു നൽകിയ മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ഈ പറയപ്പെട്ടവരുടെയും ഖാത്തിമത്ത് ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ടവരിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ബർസഖിയ ജീവിതം അല്ലാഹു തആല സുഖകരമായി കൊടുക്കട്ടെ. അവരെയും നമ്മെ അല്ലാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ചൂട്ടി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ യുദ്ധം തുടങ്ങിയതായിട്ട് നമുക്കെല്ലാം അറിയാം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമ്മുടെ സഹോദരന്മാരും നമ്മുടെ മക്കളും ഒക്കെ ധാരാളമുണ്ട്. അവിടേക്കെല്ലാം ഇറാൻ്റെ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിച്ച് സമാധാനം അല്ലാഹു തആല കൈവരുത്തട്ടെ. ആരാണ് ഈ കൂട്ടത്തിൽ അക്രമികളെങ്കിൽ അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കണക്കിന് ശിക്ഷിക്കുകയും ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടി ജീവിക്കുന്ന മഴീഷത്തിനെ തേടിപ്പോയ നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു തആല എല്ലാവിധ സംരക്ഷണവും നൽകി അവർ അല്ലാഹു തആല സലാമത്തിലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സമാധാനവും നീതിയും അല്ലാഹു തആല നടപ്പിലാക്കട്ടെ. അനീതി പ്രവർത്തിക്കുന്നവരാണോ അവരെ അല്ലാഹു തആല പിടിച്ചു കെട്ടട്ടെ. നമുക്ക് ആത്മാർത്ഥമായ ദുആ ചെയ്യാം. പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദന്മാരെ, ഇന്നലെ ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് പോയതുകൊണ്ട് ഇന്നലത്തെ ക്ലാസ് ലീവായിരുന്നു. മിനിഞ്ഞാന്ന് നാം പറഞ്ഞു വന്നത് പരിശുദ്ധവും പരിപാവനവുമായ റമദാൻ മാസത്തിൽ നാം ചെയ്യേണ്ട ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താകുന്ന നോമ്പ്, ആ നോമ്പ് നിർബന്ധമുള്ളവർ ആര്, അത് ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയും വിടുതിയുമുള്ളവർ ആര്, ഇന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ മുല കൂട്ടുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ, അവരെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പരാമർശിച്ചിട്ടില്ല. മുലയൂട്ടുന്നവരും ഗർഭിണികളുമായ സ്ത്രീകൾ അവർ രണ്ടു വിധത്തിലുണ്ട്. അവർ നോമ്പ് ഒഴിവാക്കാം, അവർക്ക് നോമ്പ് ഒഴിവാക്കാം. സ്വന്തം ശരീരത്തിൻ്റെയോ കുട്ടിയുടെയോ മേൽ ഭയപ്പെട്ടാൽ, നോമ്പ് കൊണ്ട് വല്ല വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുമോ എന്ന് ഭയപ്പെട്ടാൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. പക്ഷേ അവർ രണ്ടു വിധമുണ്ട്. മുലയൂട്ടുന്നവരും ഗർഭിണികളും സ്വന്തം ശരീരത്തിൻ്റെ മേൽ എന്തെങ്കിലും വിഷമോ പ്രയാസമോ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെയും കുട്ടിയുടെയും രണ്ടാളുടെയും പേരിൽ ബുദ്ധിമുട്ടോ വിഷമോ പ്രയാസമോ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയാൽ, ആ ഒഴിവാക്കിയ നോമ്പ് അവർ ഖളാ വീട്ടിയാൽ മതി.
വേറെ ഒന്നും അവർ ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് കുട്ടിയുടെ മേൽ മാത്രം ഭയപ്പെട്ടു സ്വന്തം ശരീരത്തെക്കുറിച്ച് ആശങ്കയോ പേടിയോ ഇല്ല. തന്റെ ഗർഭത്തിലുള്ള കുഞ്ഞ് അല്ലെങ്കിൽ മുലകുടിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് വല്ല വിഷമങ്ങളും പ്രയാസങ്ങളും വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ആ ഒഴിവാക്കിയ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം ഓരോ നോമ്പിനിക്കും ഒരു മുദ്ദ് വീതം അഥവാ 750 മുക്കാ കിലോ അരി വീതം പാവപ്പെട്ട മിസ്കീന്മാർക്കും ഫക്കീറന്മാർക്കും സ്വതക്ക ചെയ്തവർക്ക് നിർബന്ധവുമാണ്. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഗർഭിണികളും മുലയൂട്ടുന്നവരും. ഇനി റമദാൻ നോമ്പ് ഖളാ വീട്ടേണ്ടവർ, അവർ രണ്ട് വിധത്തിലുണ്ട്. റമദാൻ നോമ്പ് ഖളാ വീട്ടേണ്ടവർ രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന്, റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ വേഗത്തിൽ ഖളാ വീട്ടേണ്ടവർ, അവർക്ക് പിന്തിക്കൽ പാടില്ല, പിന്തിക്കൽ കുറ്റകരമാണ്, അങ്ങനത്തെ ആളുകൾ. മറ്റൊരു വിഭാഗം അവർ വേഗത്തിൽ ഖളാ വീട്ടണമെന്നില്ല, ഖളാ ഉള്ള ആളുകൾ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പായിട്ട് ഖളാ വീട്ടിയാൽ മതി. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളുണ്ട് റമദാൻ മാസം ഖളയായവർ. ആരാണ് വേഗത്തിൽ ഖളാ വീട്ടാൻ നിർബന്ധമുള്ളവർ? ഒന്ന്, മനഃപൂർവ്വം നോമ്പിനെ മുറിച്ചവർ. യാതൊരു കാരണങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കിയവരോ മുറിച്ചവരോ ആണെങ്കിൽ അവർ വേഗത്തിൽ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ നോമ്പ് രാത്രി നിയ്യത്ത് ചെയ്യാൻ മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി. രാത്രിയിൽ നിയ്യത്ത് ചെയ്യാൻ മറന്നുകൊണ്ട് ഒരു ദിവസത്തെ നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട നോമ്പും വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ശഅബാൻ 30 അന്ന് മാസം കണ്ടിട്ടില്ല എന്ന ധാരണയോടു കൂടി അവൻ നോമ്പ് ഒഴിവാക്കി. യഥാർത്ഥത്തിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ മാസം കണ്ടതായി അവന് ബോധ്യപ്പെടുകയും ആ മഹല്ലത്തിലെ ഖാദി മാസം കണ്ടതായിട്ട് വിധിക്കുകയും ചെയ്തതായിട്ട് അവൻ അറിഞ്ഞാൽ ആ അറിഞ്ഞയിടം മുതൽ നോമ്പുകാരെ പോലെ അവൻ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. എല്ലാം ഭക്ഷണപാനീയങ്ങളും മറ്റൊക്കെ ഒഴിവാക്കി നോമ്പുകാരൻ നിൽക്കുന്നത് പോലെ തന്നെ എല്ലാ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടും പിടിച്ചു നിൽക്കൽ അവനിക്ക് നിർബന്ധമാണ്. അതിനു പുറമെ ആ ദിവസത്തെ നോമ്പ് വേഗം ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. ഇങ്ങനെ മൂന്നാളുകളാണ് വേഗത്തിൽ ഖളാ വീട്ടൽ നിർബന്ധമുള്ളവർ. ഒന്ന്, മനഃപൂർവ്വം നോമ്പിനെ മുറിച്ചവർ. രണ്ടാമത്തേത് യൗമുശക്ക് അഥവാ ശഅബാൻ 30 അന്ന് മാസം കണ്ടിട്ടില്ല എന്ന ധാരണയോടുകൂടി നോമ്പ് ഒഴിവാക്കുകയും പിന്നീട് മാസം കണ്ടതായി അവന് ബോധ്യപ്പെടുകയും ചെയ്തു, പകൽ ബോധ്യപ്പെടുകയും ചെയ്താൽ അവൻ. മൂന്നാമത്തത് നിയ്യത്ത് മറന്നുകൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടവൻ. ഇവർ വേഗത്തിൽ ഖളാ വീട്ടേണ്ടതാണ്. ഇവരല്ലാത്തവരൊക്കെ റമദാൻ ഖളാ ഉള്ളവർ രോഗം കൊണ്ടോ അല്ലെങ്കിൽ യാത്ര കൊണ്ടോ മുലയൂട്ടുന്നത് കൊണ്ടോ ഗർഭിണികളായതുകൊണ്ടോ മറ്റോ ഒക്കെ അല്ലെ ശക്തിയായ ദാഹവും വിശപ്പും വന്നത് കാരണം പിടിച്ചു നിൽക്കാനാവാതെ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് മുറിച്ചവൻ, ഇങ്ങനെയുള്ള കാരണത്തിന് വേണ്ടി നോമ്പ് മുറിച്ച ആളുകൾ, അവർ അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പ് ഖളാ വീട്ടണം. അടുത്ത റമദാൻ വരെ പിന്തിക്കാൻ അവർക്ക് സാവകാശമുണ്ട്, അവസരമുണ്ട്. ഇനി പിറ്റേത്തെ, അതായത് അടുത്ത റമദാൻ വരുന്നത് വരെയും ഖളാ വീട്ടാൻ സാധ്യമായ സമയവും അതുപോലെ സൗകര്യവും ആരോഗ്യമൊക്കെ ഉണ്ടായ ശേഷവും അവർ ഖളാ വീട്ടാതെ പിന്തിച്ചാൽ പിന്നീട് അടുത്ത റമദാന് ശേഷം ഖളാ വീട്ടുമ്പോൾ ഖളാ വീട്ടുന്നതോടുകൂടെ ഓരോ ദിവസത്തിനും ഓരോ മുദ്ദ് വീതം അഥവാ 750 ഗ്രാം അരി വീതം പാവങ്ങൾക്ക് ദാനം ചെയ്യൽ, സദഖ ചെയ്യൽ അവർക്ക് നിർബന്ധമാണ്. അങ്ങനെ ഫിദിയ നൽകൽ അവർക്ക് നിർബന്ധമാണ്. ഇനി കാരണത്തോടുകൂടി നോമ്പ് ഒരു ഖളയായ മനുഷ്യൻ, അവന് നോമ്പ് കഴിഞ്ഞതിന് ശേഷവും റമദാൻ കഴിഞ്ഞതിന് ശേഷവും പലവിധ കാരണങ്ങളും, ഉദാഹരണം യാത്രക്കാരനാണെങ്കിൽ തുടർച്ചയായിട്ട് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു രോഗിയായതുകൊണ്ട് നോമ്പ് ഒഴിവാക്കി അവൻ രോഗം ശരിക്കും സുഖമാവാതെ ആ രോഗം പിന്നെയും അവൻ അലട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെ പിറ്റേ റമദാൻ വരുന്നത് വരെ അവനിക്ക് നോമ്പ് നോക്കാൻ സൗകര്യപ്പെട്ട സമയവും ദിവസവും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവൻ നോമ്പിനെ ഖളാ വീട്ടുന്നത് പിന്തിച്ചതെങ്കിൽ പിന്നീട് റമദാന് ശേഷം ഖളാ വീട്ടുമ്പോൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല, ഖളാ വീട്ടിയാൽ മാത്രം മതിയാവും. കാരണമില്ലാതെ നോമ്പ് നോക്കാൻ സാധ്യമായതോടുകൂടി ഖളാ വീട്ടുന്നതിനെ
എത്ര കൊല്ലമാണ് പിന്തിച്ചെങ്കിൽ അത്രയും കൊല്ലത്തിന്റെ കണക്കനുസരിച്ച് മുദ് അവൻ കൊടുക്കേണ്ടി വരും. ഒരു റംസാൻ വരുന്നത് വരെ, അതായത് തൊട്ടടുത്ത റംസാൻ വരുന്നത് വരെ ബന്ധിച്ചതാണെങ്കിൽ ഒരു മുദ്, അതിനുശേഷം പിന്നെയും ഒരു കൊല്ലം ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 2 മുദ്, പിന്നെയും ഒരു കൊല്ലം ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 3 മുദ്. ഇങ്ങനെ എത്ര കൊല്ലമാണ് അവൻ ഖളാ വീട്ടുന്നതിനെ മനഃപൂർവ്വം, അതായത് കഴിവുണ്ടായതോടു കൂടി ഖളാ വീട്ടാൻ സൗകര്യം ഉണ്ടായതോടു കൂടി അവൻ പിന്തിച്ചത് എങ്കിൽ ആ കൊല്ലങ്ങളുടെ എണ്ണം അനുസരിച്ച് അവൻ മുദ് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പ് ഖളാ ഉള്ള ആള്, അത് ഖളാ വീട്ടാൻ സാധ്യമായ ശേഷം, നോമ്പ് ഖളാ ഉള്ള ആള് അത് ഖളാ വീട്ടാൻ സാധ്യമായ ശേഷം ഖളാ വീട്ടാതെ ഒരു റമദാൻ കഴിഞ്ഞ ശേഷം അവൻ മരണപ്പെട്ടാൽ, നോമ്പ് ഖളാ ഉള്ള ആളാണ്, ഖളാ വീട്ടാൻ സാധ്യമായ സമയം അവന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ ഖളാ വീട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവൻ മരണപ്പെട്ടാൽ, ആ മരിച്ച മയ്യത്തിന് വേണ്ടി ഖളാ വീട്ടാൻ നോമ്പിന് പകരം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽപ്പെട്ട ആരെങ്കിലും നോമ്പ് ഖളാ വീട്ടിയാൽ മതി. കുടുംബം എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിനാവണമെന്നില്ല, കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഖളാ വീട്ടിയാൽ മതി. കുല്ലു ഖരീബിൻ, എല്ലാ കുടുംബങ്ങളും അതിൽപ്പെടും. ഇനി കുടുംബക്കാരല്ലാത്തവർ, പുറത്തുള്ള ആളുകൾ അയാൾക്ക് വേണ്ടി നോമ്പോറ്റ് കടമ വീട്ടുകയാണെങ്കിൽ, ഖളാ വീട്ടുകയാണെങ്കിൽ, കുടുംബക്കാരന്റെ അനുമതിയോടുകൂടിയാണെങ്കിൽ പുറത്തുള്ള ഒരാൾ ഖളാ വീട്ടിയാലും മതി. ആ നോമ്പ് ഒരു റംസാൻ വരെ പിന്തിച്ചതിന് മുദ് കൊടുക്കേണ്ടി വരും. ഇനി കുടുംബങ്ങൾ ആരും ആ നോമ്പ് ഖളാ വീട്ടുന്നില്ലെങ്കിൽ നോമ്പിന് വേണ്ടി ഒരു മുദ്ദും, ആ നോമ്പിനെ പിറ്റേ റംസാൻ വരെ പിന്തിച്ചതിനൊക്കെ ഒരു മുദ്ദും, അങ്ങനെ 2 മുദ് അവന് വേണ്ടി നൽകൽ അനന്തരാവകാശികൾക്ക് അവന്റെ സ്വത്തിൽ നിന്ന് എടുത്തു കൊടുക്കൽ നിർബന്ധമാവും. അത് അവന്റെ സ്വത്തിൽ നിന്ന് എടുത്തു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സ്വത്തെ അനന്തരാവകാശികൾക്ക് വിഹിതമായി ഓഹരി ചെയ്യാനും അനന്തരമെടുക്കാനും പാടുള്ളൂ, അവർക്ക് അനുവദനീയമാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ തീരെ നോമ്പ് നോറ്റിട്ടില്ല, അവന്റെ ജീവിതത്തിൽ അവൻ തീരെ നോമ്പ് നോറ്റിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു 60 കൊല്ലം ജീവിച്ച മനുഷ്യൻ മരണപ്പെട്ടാൽ 15 വയസ്സ് മുതൽ അയാൾക്ക് നോമ്പ് നിർബന്ധമായി കഴിഞ്ഞു. അപ്പൊ 15 വയസ്സ് പൂർത്തിയായ ശേഷമുള്ള അതേ റമദാനിൽ 30 നോമ്പ് അല്ലെങ്കിൽ 29 നോമ്പ് അയാൾ മനഃപൂർവ്വം നോറ്റില്ല. ആ നോമ്പിനെ പിന്നീട് അദ്ദേഹം ഖളാ വീട്ടിട്ടില്ല. 60-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് എങ്കിൽ ഫസ്റ്റിലെ കൊല്ലത്തെ നോമ്പിന് തന്നെ ഖളാ വീട്ടുന്നതിനെ പിന്തിച്ചു എന്ന കാരണം കൊണ്ട് 45 മുദ് ഓരോ നോമ്പിനിക്കും അയാൾ കൊടുക്കേണ്ടി വരും. അയാളല്ല, അയാളുടെ കുടുംബക്കാർ അയാളുടെ സ്വത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അതും കൊടുത്തതിന് ശേഷമേ പിന്നീട് ബാക്കിയുള്ള സ്വത്ത് അനന്തരമായിട്ട് അവർക്ക് എടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. വളരെ ഗൗരവപരമായ കാര്യമാണ്, നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇനി മരണപ്പെട്ട വ്യക്തിക്ക് നോമ്പ് ഖളാ ഉണ്ട്, കാരണത്തോടു കൂടിയോ അല്ലെങ്കിൽ കാരണമില്ലാതെയോ ഖളാ ഉണ്ട്, അത് പിറ്റേ റമദാൻ വരെ പിന്തിച്ചിട്ടില്ല, പിന്തിക്കുന്ന പ്രശ്നമുണ്ടായിട്ടില്ല, കാരണം അയാൾക്ക് ഖളാ വീട്ടാൻ സാധ്യമായിട്ടില്ല, അങ്ങനെയാണ് മരണപ്പെട്ടു പോയത്. എന്നാൽ അയാളുടെ ആ നോമ്പിനിക്ക് കുടുംബക്കാർ നോമ്പ് നോറ്റാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബങ്ങൾ നോമ്പ് നോറ്റാൽ മതി. കുടുംബങ്ങൾ നോമ്പ് നോക്കുന്നില്ലെങ്കിൽ ആ നോമ്പിന് പകരം ഒരു മുദ് കൊടുത്താൽ മതി. ഈ പറയപ്പെട്ട മുദ്ദുകളെല്ലാം, ഫിദിയായിട്ട് പറയപ്പെട്ട ഈ മുദ്ദുകളെല്ലാം നൽകേണ്ടത് മിസ്കീന്മാർക്കും ഫക്കീറന്മാർക്കുമാണ്. സക്കാത്തിന്റെ എല്ലാ അവകാശികൾക്കും ഇത് കൊടുക്കാൻ പാടില്ല. സക്കാത്തിന്റെ 8 അവകാശികളിൽ നിന്ന് ഫക്കീർ, മിസ്കീൻ ഈ 2 വിഭാഗത്തിന് മാത്രമേ നൽകാനുള്ളൂ. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാ? ഓരോ ദിവസവും തനിക്ക് ആവശ്യമായ ധനത്തിന്റെ പകുതി പോലും എത്തിക്കാത്തവനിക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു ദിവസം അയാൾക്കും അയാളുടെ കുടുംബത്തിനും ചെലവ് കഴിയാൻ 100 രൂപ വേണം. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിലോ അദ്ദേഹം ജോലി എടുത്തിട്ടോ മറ്റോ 50 റുപ്യ പോലും അയാൾക്ക് നേടാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ആൾക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. ഇനി തനിക്കും തന്റെ കുടുംബത്തിനും ആവശ്യമായതിന്റെ പകുതിയിലധികം എത്തിക്കുകയും പക്ഷെ പൂർണ്ണമായി ലഭിക്കുകയും ചെയ്യാത്തവനാണ് മിസ്കീൻ. ഉദാഹരണം പറയാം, അയാൾക്കും അയാളുടെ കുടുംബത്തിനും ജീവിക്കാൻ ഒരു ദിവസം 100 രൂപ വേണം. അയാൾ ജോലി എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു ബിസിനസ്സുകളെ കൊണ്ടോ മറ്റോ അയാൾക്ക് കിട്ടുന്ന വരുമാനം 80 രൂപയുള്ളൂ അല്ലെങ്കിൽ 90 രൂപയുള്ളൂ.
100 രൂപ തികയുന്നില്ല. പൂർത്തിയായിട്ട് അദ്ദേഹത്തിന് നിർബന്ധമായ ധനം കൈവശപ്പെടുത്താൻ ഓരോ ദിവസവും സാധിക്കുന്നില്ല. അങ്ങനത്തെ വ്യക്തിക്കാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഇന്ന് കാണപ്പെടുന്ന ആളുകളൊക്കെ മിക്കവരും മിസ്കിന്മാർ ഉണ്ടായിരിക്കാം. ഫക്കീറന്മാർ ഇല്ല എന്ന് തന്നെ പറയാം. ഫക്കീറന്മാരായിട്ട് ഇപ്പോൾ ഇക്കാലത്ത് ആരും ഉണ്ടാവില്ല. മിസ്കിന്മാരായിട്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് പറയാം. കാണപ്പെടുന്ന പാവങ്ങളിൽ മിക്കതും മിസ്കിന്മാരായിരിക്കും. മിസ്കീറന്മാർ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ ഏതായാലും ഫക്കീർ മിസ്കിന്മാർക്കാണ് ഈ മുദ്ദ് കൊടുക്കേണ്ടത്. മറ്റു സക്കാത്തിന്റെ അവകാശികളായ കടക്കാര്, അതുപോലെ തന്നെ യാത്രക്കാര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള മറ്റവകാശികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. ഫക്കീർ മിസ്കിനിക്ക് മാത്രം നൽകാവും. അത് നൽകുന്നത് എല്ലാ മുദ്ദുകളും ഒരാൾക്ക് തന്നെ നൽകിയാലും മതി. എല്ലാ മുദ്ദുകളും കൂടി ഒരൊറ്റ ആൾക്ക് നൽകിയാലും മതി. അപ്പൊ 2 ചാക്കരി 3 ചാക്കരി മുദ്ദ് കൊടുക്കാനുണ്ട്. ആ 3 ചാക്കും കൂടി ഒരാൾക്ക് തന്നെ കൊടുത്തു, വിരോധമില്ല, ഒരാൾക്ക് തന്നെ കൊടുക്കാം. പക്ഷെ ഒരു മുദ്ദിനെ കഷ്ണിച്ചു കൊടുക്കാൻ പാടില്ല. അരമുദ്ദരാക്ക് കൊടുക്കുക, അരമുദ്ദരാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ 1.5 മുദ്ദരാക്ക് കൊടുക്കുക, അരമുദ്ദ് പിന്നെ ഒരാൾക്ക് കൊടുക്കുക. 3 മുദ്ദ് നിർബന്ധമായവൻ 1.5 വീതം ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു മുദ്ദിനെ കഷ്ടിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഒരു മുദ്ദ് എന്ന് പറഞ്ഞത് ഒരു നോമ്പിനേക്കുള്ള പ്രയാസിത്വമാണ്. നോമ്പ് 2ആയി കഷ്ണിക്കപ്പെടാൻ പാടില്ലല്ലോ, സാധിക്കൂലല്ലോ. അതേപോലെ മുദ്ദിനെയും 2ആയി കഷ്ണിക്കാനോ അല്ലെങ്കിൽ 2ആയി ഭാഗിക്കാനോ ഒരിക്കലും പാടില്ല. അപ്പൊ പൊട്ടിക്കാത്ത വിധം, ഒരു മുദ്ദിനെ പൊട്ടിക്കാത്ത വിധം ഒരാൾക്ക് നൽകിയാലും മതി, കൂടുതൽ ആൾക്ക് കൊടുക്കുകയും ചെയ്യാൻ വിരോധമില്ല. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ വാർദ്ധക്യം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവൻ, അല്ലെങ്കിൽ സുഖമാകുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവൻ, അവർക്ക് നോമ്പ് നിർബന്ധമില്ലെന്നും ഓരോ ദിവസത്തിനും അവർ ഓരോ മുദ്ദ് വീതമാണ് നൽകേണ്ടത് എന്നും, സാമ്പത്തികമായി അപ്പോൾ കഴിവുള്ളവരാണെങ്കിൽ ഓരോ മുദ്ദ് വീതമാണ് നൽകേണ്ടത് എന്നും നാം പറയുകയുണ്ടായി. ഈ മുദ്ദ്, അവർ നൽകേണ്ട മുദ്ദ്, ഓരോ ദിവസത്തെയും മുദ്ദ് ആ ദിവസത്തിന്റെ പകലിലോ അല്ലെങ്കിൽ രാത്രിയിലോ കൊടുക്കാം. ഉദാഹരണം, ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ മുദ്ദ് ഇന്ന് പകല് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നലെ അസ്തമിച്ച രാത്രിയും കൊടുക്കാം. ഈ 2 സമയത്തേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന് ശേഷം കൊടുക്കണം. അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, ഞായറാഴ്ചന്റെ ശേഷം തിങ്കളാഴ്ച ദിവസം അങ്ങോട്ട് കൊടുക്കാം. അതിന്റെ മുമ്പ് കൊടുക്കാൻ പാടില്ല. വെള്ളിയാഴ്ച തന്നെ ഞായറാഴ്ചത്തേക്കുള്ള മുദ്ദ് കൊടുക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ റംസാൻ 1 വരുമ്പോൾ തന്നെ അയാൾക്ക് നോമ്പ് വെക്കാൻ കഴിയില്ല എന്ന കാരണം പറഞ്ഞ് ആ റംസാനിക്കുള്ള മുഴുവൻ മുദ്ദുകളും നോമ്പിന്റെ തുടക്കത്തിൽ തന്നെ കൊടുത്തു കൂട്ടുന്നത് കാണാം. ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. അതൊരിക്കലും അനുവദനീയമല്ല. അതുപോലെ തന്നെ റംസാന്റെ ഖളാ പിന്തിച്ചുകൊണ്ട് നിർബന്ധമാകുന്ന മുദ്ദ് പിറ്റേത്തെ റംസാൻ വരുന്നതോട് കൂടിയാണ് നിർബന്ധമാവുക. പിറ്റേ റംസാൻ വരുന്നതിന്റെ മുമ്പേ ആ മുദ്ദ് കൊടുത്തു കൂട്ടാനോ, ഞാൻ റംസാൻ വരെ ഖളാ കൂട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാനോ പാടില്ല. പിറ്റേ റംസാൻ വന്നതിന് ശേഷം ആ മുദ്ദ് നിർബന്ധമാവുന്നുള്ളൂ. നിർബന്ധമായിട്ടാണ് ആ മുദ്ദ് കൊടുക്കേണ്ടത്. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് നോമ്പ് നിർബന്ധമായതും നിർബന്ധമായവരും നിർബന്ധമല്ലാത്തവരും മുദ്ദ് കൊടുക്കേണ്ടവരും അല്ലാത്തവരുമായ ആളുകളുടെ വിവരണമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നോമ്പ് എപ്പോഴാണ് നിർബന്ധമാവുക എന്ന കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നോമ്പ് എപ്പോൾ നിർബന്ധമാകും ആർക്കെല്ലാം നിർബന്ധമാകും എന്ന് നമ്മളോട് കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എപ്പോഴാണ് നിർബന്ധമാവുക എന്നതിനെ സംബന്ധിച്ചാണ്. ഇൻഷാ അള്ളാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.